ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ സാറിനെ നിങ്ങളോട് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്ന നിമിഷം, ഒരു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ കൃത്യമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിച്ച വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ പുത്തൻ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റോജി എം ജോൺ സാറിനെ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ സോഹൻ റോയ്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഗുഡ് ആഫ്റ്റർനൂൺ. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു നൂതനമായിട്ടുള്ള ഒരാശയമാണ് പ്രിയപ്പെട്ട ശ്രീ സോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അത് എഡ്യൂക്കേഷനുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു സ്ഥാപനം ഈ പുനലൂർ ഗ്രാമത്തിൽ ആരംഭിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ രംഗവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പുറകോട്ട് പോകുന്നതിലൊരു കാര്യം. കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, നമ്മുടെ പുതുതലമുറ തന്നെയാണ്. അത് വെറുതെ പറയുന്നതല്ല. കാരണം മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഏത് സ്ഥാപനത്തിൽ പോയി നോക്കിയാലും ഉന്നതമായ പൊസിഷൻസിൽ നമുക്ക് മലയാളി വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ റിസോഴ്സിനെ നമുക്ക് ഫലപ്രദമായിട്ട് കേരളത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ സർക്കാരും ആലോചിക്കുന്നത് ആ റിസോഴ്സിൽ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാനും പരമാവധി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനും വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് കേരളത്തിലിപ്പോൾ വിദ്യാർത്ഥികൾ കേരളം വിട്ട് പുറത്തു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ട്. വിദേശത്ത് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുകയാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് എന്നും മുൻപന്തിയിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിന് പുറത്തുനിന്നൊരു വിദ്യാർത്ഥിയെ നമുക്ക് കേരളത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ഫാക്ടറാണ്. നമ്മൾ എഡ്യൂക്കേഷനിൽ മുൻപിലാണ് എന്ന് അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കേണ്ടത് കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കേരളത്തിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അതുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തു പോവുകയുമാണ്. നമ്മൾ കർണാടകയിൽ പോയി, ബാംഗ്ലൂരിൽ പോയി ഒരു കോളേജിൽ പോയി നോക്കിയാൽ, ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഇനി അതൊന്നും വേണ്ട, നമ്മൾ കോയമ്പത്തൂരിലൊരു സാധാരണ സിറ്റിയാണ്. കോയമ്പത്തൂർ സിറ്റിയിൽ പോയിട്ട് ഒരു കോളേജിൽ പോയി നോക്കിയാൽ ഒരു ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് ഒരു ചുരുങ്ങിയത് ഒരു 6-7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ നമുക്കൊരു ക്ലാസ് മുറിയിൽ പോയി നോക്കിയാൽ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ആവശ്യമായിട്ടുണ്ട്. അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പരിധിവരെ വിദ്യാർത്ഥികൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത്. അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് മുന്നോട്ട് പോകുവാനായിട്ട് അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുവാനായിട്ട് പ്രോഗ്രാമുകൾ, കോഴ്സുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നാണ്. പലപ്പോഴും കോളേജുകളും സ്ഥാപനങ്ങളും ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു പ്രശ്നം, ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അതിനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഹ്യൂജ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ദ ഇൻഡസ്ട്രി റിക്വയർസ് ആൻഡ് വാട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പ്രൊഡ്യൂസിങ്. ആ ഒരു ഗ്യാപ്പ് നമുക്കെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം എന്നുള്ളത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മൂവാറ്റുപുഴയിലെ ഒരു സ്ഥാപനം, ഒരു ഡെൻ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതാണ്ട് 5000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ 5000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഡയറക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിൻഡ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാൻ പവർ റിസോഴ്സ് കേരളത്തിൽ കിട്ടുന്നില്ല. കാരണം ആ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുവാനുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇപ്പോൾ ഡെൻ കെയർ ടെക്നീഷ്യൻസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ അവിടെയുണ്ട്, പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതുപോലെ തന്നെ പല ഇൻഡസ്ട്രിയിലും ഇന്ന് അത് തന്നെയാണ് നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രി
ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് എന്താണ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കൺവെൻഷണൽ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ പല കോളേജുകളിലും പരിശോധിച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിർഭാഗ്യവശാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺവെൻഷണൽ പ്രോഗ്രാമുകൾ, മാത്തമാറ്റിക്സ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സുവോളജി, ബോട്ടണി ഇതൊന്നും പഠിക്കാനായിട്ട് ആളുകളില്ല. അവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ മറ്റ് പല പ്രോഗ്രാമുകൾക്കും ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും ഒക്കെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, തൊഴിൽ മേഖലയും ഇൻഡസ്ട്രിയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം മാറുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ നാളെ ലഭിക്കണമെന്നില്ല. ഇന്നിപ്പോൾ പഴയതുപോലെ ഒരു സേഫ്, സെക്യൂർ, പെർമനൻറ്റ് ജോലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ന് ഇൻഡസ്ട്രിയിൽ നിലവിലില്ല. അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ജോലി എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അത് എല്ലാവർക്കും ലഭിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ജോലി നാളെ ഉണ്ടാവണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും വിമർശിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, AI വരുമ്പോൾ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇതേ വിമർശനം കമ്പ്യൂട്ടർ വരുന്ന സമയത്തും ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ പല ആളുകളും പറഞ്ഞു തൊഴിലവസരങ്ങളൊക്കെ നഷ്ടപ്പെടും, അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തരത്തിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ കുറേയധികം തൊഴിലവസരങ്ങൾ ഇല്ലാതെയായി. പക്ഷേ നമ്മൾ കണ്ടത് ഇറ്റ് ക്രിയേറ്റഡ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് അതർ ജോബ്സ്. വേറെ കുറേയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ AI വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നിലവിലുള്ള കുറേ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് വേറെ കുറേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തൊഴിലവസരങ്ങൾ കണ്ടെത്തി അതിനനുസൃതമായിട്ട് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, തലമുറയെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ജനറേഷനാണിത് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ, അല്ല എൻ്റെ ജനറേഷനോ അല്ലെങ്കിൽ ഇവിടെ ശ്രീ സോഹൻ റോയിയുടെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ്റെയൊക്കെയോ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിൽ നിന്നും ഇന്നത്തെ ജനറേഷനെ പരിശോധിക്കുമ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. ടെക്നോളജി എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ടെക്നോളജി എല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെന്ത് കാണണം, നമ്മളെന്ത് വായിക്കണം, നമ്മളെന്ത് ചിന്തിക്കണം എന്ന് ചില അൽഗോരിതംസ് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ സ്ക്രീനിൽ വരുന്ന റീൽ ഏതായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കാണുന്ന വീഡിയോസ് ഏതാണ് എന്ന് നമ്മൾ പോലും അറിയാതെ ചില അൽഗോരിതംസ് ഓപ്പറേറ്റ് ചെയ്യുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്ത, അതിനനുസരിച്ച് നമ്മുടെ വായന ഒക്കെ രൂപപ്പെടുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ ടെക്നോളജി നമ്മുടെ ഡെയിലി ലൈഫിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന്, ഇപ്പോൾ നിങ്ങളിവിടെ നിന്ന് ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ്, നാളെ നമ്മൾ ബാംഗ്ലൂർ നമുക്ക് ട്രിപ്പ് പോകാമെന്ന് വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾ ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ, അടുത്ത നിമിഷം നിങ്ങളുടെ ഫോണിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ബാംഗ്ലൂരിലെ ചീപ്പസ്റ്റ് ഹോട്ടലുകളെ കുറിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ ഫോണിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് പോകാവുന്ന മറ്റ് അവന്യൂസ്, ഇങ്ങനത്തെയുള്ള അവിടുത്തെ ബിസിനസ് പ്രൊമോഷനായിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇത്രയധികമായിട്ട് നമ്മുടെ ലൈഫിൽ ടെക്നോളജി അല്ലെങ്കിൽ AI ഒക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പടി കൂടി കടന്നു പോയാൽ ഞാൻ പറയും, ഇന്നിപ്പോൾ US ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ AI കുറിച്ചൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഡോക്ടർമാരെടുക്കുന്ന പണി കുറച്ച് കഴിഞ്ഞാൽ AI വരെ എടുക്കും. ഒരു രോഗം പരിശോധിക്കാനും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനും വരെ AI തയ്യാറായി നിൽക്കുന്ന ഒരു കാലത്താണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം സ്മാർട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ സ്മാർട്ട് വാച്ചിൽ നമ്മുടെ പൾസ് റേറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു അരമണിക്കൂർ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ മെസ്സേജ് വരും, ഇറ്റ്സ് ടൈം ടു സ്റ്റാൻഡ് അപ്പ്. നിങ്ങൾ അരമണിക്കൂറിൽ കൂടുതൽ സമയമായി നിങ്ങളൊരു സ്ഥലത്തിരിക്കുന്നു, നിങ്ങൾ എണീക്കണം, നിങ്ങളുടെ ശരീരത്തിന് അത് ആവശ്യമാണ് എന്ന് പറയും. നിങ്ങളൊരു ലൗഡ് എൻവയറമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ, വലിയ സൗണ്ട് ഉള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പം മെസ്സേജ് അലേർട്ട് വരും. ഇത് 90 ഡെസിബിളിന് മേലെയുള്ള ശബ്ദമാണ്. ഈ എൻവയറമെൻറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരുന്നാൽ നിങ്ങളുടെ ചെവിക്ക്, കേൾവിക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇതൊക്കെ നിങ്ങളുടെ മെസ്സേജൊക്കെ നിങ്ങൾക്ക് ഇത് ഓൾറെഡി നിങ്ങളുടെ ഫോണിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസസിലും ഒക്കെ കിട്ടുന്ന ഒരു കാലമാണ്. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മുടെ ഈ റീഡിങ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ പൾസ് റേറ്റ് എടുക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയമിടിപ്പ് എടുക്കുന്നുണ്ട്, നമ്മുടെ മറ്റ് വൈറ്റൽസൊക്കെ ഓൾറെഡി ഈ സിസ്റ്റംസ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസ്ക്രിപ്ഷൻ വരെ കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെക്നോളജി ലൈഫിൽ എല്ലാ സെക്ടറും ടേക്ക് ഓവർ ചെയ്യുന്നു, AI ടേക്ക് ഓവർ ചെയ്യുന്നു. അത്രയും സ്വാധീനം ചെലുത്തുമ്പോൾ
അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനെ നമുക്ക് മാസ്റ്റർ ചെയ്യാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ പണ്ട് പറയാറുണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ ആൻഡ് ഇഫ് ദ പൊളിറ്റിക്സ് ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ യു ഷുഡ് ഡിസൈഡ് വാട്ട് യുവർ പൊളിറ്റിക്സ് ഷുഡ് ബി. രാഷ്ട്രീയം നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് ആണെങ്കിൽ ആ രാഷ്ട്രീയം എന്താണെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം നമുക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നൊരു പടി കൂടി കടന്നിട്ട് ഞാൻ പറയും, ടെക്നോളജി ഈസ് ഗോയിങ് ടു ഡിസൈഡ് ദ ഫ്യൂച്ചർ. And if the technology is going to decide the future, you should be able to master that technology and you should be able to control that technology. ആ തരത്തിലേക്ക് നമുക്ക് മാറി വരാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആവശ്യമായിട്ട് വരും. നമുക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാത്തതല്ല നമുക്ക് തൊഴിൽ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം. നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമുക്ക് വിദ്യാർത്ഥികളെ നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാബറേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ഇൻഡസ്ട്രിയായി മാറുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് പ്രിയപ്പെട്ട ശ്രീ സോഹൻ റോയ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പരമാവധി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ സംവിധാനം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇത് എത്തിച്ചേർന്ന് ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന തരത്തിലേക്ക് ഈ ഏരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഐശ്വര്യ തുളസി. ഞാൻ ശ്രീനാരായണ കോളേജ് പുനലൂരിൽ 3rd year BA ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ്. സാർ, എൻ്റെ ചോദ്യം, നമ്മുടെ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റീസിൽ നിന്നും പഠിച്ച് ഗ്രാജുവേറ്റായി വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടത്ര സർട്ടിഫിക്കറ്റ്സിനുള്ള വാല്യൂസ് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഗവൺമെൻറ്റും നമ്മുടെ കോളേജിനെയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയും വാല്യൂ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും എന്തൊക്കെ നടപടികളാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്? യെസ്, അത് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കുറെ കൂടി നമ്മുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോബൽ റാങ്കിങ് എടുക്കുന്നു. ഇപ്പോൾ ഗ്ലോബൽ റാങ്കിങ്ങിൽ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ വളരെ പിറകിലാണ്. നമുക്കധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഉയർത്തി കാണിക്കാനില്ല. ഇപ്പോൾ നാഷണൽ ലെവൽ റാങ്കിങ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോബൽ നമുക്കിപ്പോൾ ഓക്സ്ഫോർഡിൻ്റെ ഒരു റേഞ്ചിലേക്കോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിൻ്റെ ഒരു റേഞ്ചിലേക്കോ ഒന്നും നമ്മുടെ സ്ഥാപനങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഇപ്പോൾ നാഷണൽ ലെവലിലൊക്കെ വളരെ റാങ്കിങ്ങിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളുടെയൊക്കെ റാങ്കിങ് ഉയർത്തിക്കൊണ്ട് വരിക, നമ്മുടെ യൂണിവേഴ്സിറ്റീസിനെയൊക്കെ കുറേ കൂടി കോമ്പീറ്റൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ സിസ്റ്റമുണ്ട്, ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു അക്കാഡമിക് ഫ്രെയിം വർക്കും നമ്മുടെ ഇവിടുത്തെ ഒരു അക്കാഡമിക് സിസ്റ്റം ആയിരിക്കണം എന്നില്ല ചിലപ്പം വിദേശത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റം ആയിരിക്കും. ഇപ്പോൾ യൂറോപ്പിലുള്ള സിസ്റ്റം ആയിരിക്കണം എന്നില്ല ചിലപ്പം നമുക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേ രീതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അതിനെ കുറേ കൂടി കോമ്പീറ്റൻ്റ് ആക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ കോമ്പീറ്റൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിനും കുറേ കൂടി വാല്യൂ ഉണ്ടാവും. താങ്ക് യു സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എൻ്റെ പേര് കാർത്തിക്. ഞാൻ ബികോം ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത്. യെസ് കാർത്തിക്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കോമൺ ആയിട്ടും കണ്ടുവരുന്നൊരു സ്റ്റഡി മെത്തേഡാണ് ഈ വർക്ക് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം പോളിസീസാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ FIUGP വന്ന സമയത്ത് ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത സമയത്ത് കുറേയധികം നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് കൂടാതെയാണ് നടന്നത്. പക്ഷേ ആസ് എ കോൺസെപ്റ്റ് അതിനകത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഇംപ്ലിമെൻറ്റേഷനിൽ കുറേ ഇഷ്യൂസ് സംഭവിച്ചു. അതിനകത്തുള്ള ഒരു കാര്യം നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പ്രൊവിഷൻസാണ്. നമുക്കത് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ഇയറിൽ ലാസ്റ്റ് സെമസ്റ്ററിലൊക്കെയാണ് ഇൻറ്റേൺഷിപ്പും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി കൊളാബറേഷനും ഒക്കെ വരുന്നത്. നമുക്കതിനെ കുറേ കൂടി അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 3-ാമത്തെ വർഷം, ഇപ്പം ഒരു 4 year പ്രോഗ്രാം ആണെങ്കിൽ
ആ പ്രോഗ്രാമിൽ നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാവുന്ന കുറേ കൂടി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് എടുത്ത് പോകാനായിട്ട് സാധിക്കണം. ഇപ്പോൾ നമ്മൾ FIUGPയിലൊക്കെ നമ്മൾ ഒരു റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും സജഷൻസ് ഒക്കെ എടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ കുറേ കൂടി ഒരു പ്രാക്ടിക്കൽ നോളജ് കുറേ കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ FIUGPനെ നമ്മൾ റീഷേപ്പ് ചെയ്തെടുക്കും. സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, സർ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി ചാർജ് എടുത്തതിന് ശേഷം സാറിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ആദ്യം തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പാറ്റേണാണ്. സോ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. കേരളം മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പാറ്റേണാണ്, MG യൂണിവേഴ്സിറ്റിയിൽ വേറെ സിസ്റ്റംസാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ചെല്ലുമ്പോൾ അവിടെ ഓരോ തരത്തിലാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമ്മളൊരു യൂണിഫോം പാറ്റേണിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ, സ്റ്റുഡൻറ്റ് മൊബിലിറ്റിയിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചൊരു വിദ്യാർത്ഥി MG യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിന് വിദേശത്ത് ചെല്ലുമ്പോൾ വിലയില്ലെന്നാണ് പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റി പഠിച്ച വിദ്യാർത്ഥി MG യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിച്ചൊരു വിദ്യാർത്ഥി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ പറയും നിങ്ങൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, ലോകത്തില്ലാത്ത സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് വരാനായിട്ടാണ് പറയുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിസ്റ്റം കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. ഓൾറെഡി ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ള ഒരു സിസ്റ്റമാണ് ഇരിക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഒരു യൂണിഫോം പാറ്റേണിൽ കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത് കുറേ കൂടി സിംപ്ലിഫൈ ചെയ്യുക, ഒരു ഈസി ആയിട്ടുള്ളൊരു സിസ്റ്റം, കുറേ കൂടി അക്സസിബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പരമാവധി സ്റ്റുഡൻറ്റ് മൊബിലിറ്റി, സ്റ്റുഡൻറ്റ് ഡൈവേഴ്സിറ്റി ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിൽ അകത്തും കേരളത്തിന് പുറത്തും പഠിച്ച ഒരാളാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് മുറിയിൽ ഏതാണ്ട് 40 സ്റ്റുഡൻസാണുള്ളത്. ആ 40 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രാജ്യത്തെ ഒരു 15ഓ 20ഓ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. ഈ 40 പേരെന്ന് പറയുന്നത് 15-20 സ്റ്റേറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. മലയാളികൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ വളരെ വലുതാണ്. അവിടെ നമ്മൾ അങ്ങനെ ഒരു എൻവയൺമെൻറ്റിൽ ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 50 പേരും നമ്മളെല്ലാം കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറി, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ പോലും, നിങ്ങളുടെ കോളേജിൽ ഒരാൾ പോലും കേരളത്തിന് പുറത്തുണ്ടാവില്ല, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് മൊബിലിറ്റി വേണം, സ്റ്റുഡൻറ്റ് ഡൈവേഴ്സിറ്റി വേണം. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്ലാനുകളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ പഠിക്കുന്നത് കുറേ കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോഴ്സിലും സിലബസിലും ഒക്കെ പരമാവധി ഓട്ടോണമി കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയ ജനറേഷൻ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അതിന് മാക്സിമം അക്കാഡമിക് ഓട്ടോണമി പ്രൊമോട്ട് ചെയ്യുക, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ്. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അമലേന്ദു സായി. ഞാൻ SN കോളേജിലെ 3rd ഇയർ BCom വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം AI ഭയങ്കരമായിട്ട് വളർന്നു വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ സാറിന് ആ മാറ്റങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സാർ എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത്? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു തുടക്കത്തിൽ, അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകർക്ക് AI ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആവശ്യമാണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മൈറ്റ് ഫീൽ ലിറ്റിൽ ഓക്വേർഡ്. പക്ഷേ ഞാൻ ആസ് ഐ സെഡ് ഏർലിയർ, നിങ്ങളുടെ ജനറേഷൻ എൻ്റെ ജനറേഷനേക്കാൾ കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജനറേഷനാണ്. അപ്പോൾ അധ്യാപകർ പല ആളുകളും എന്നേക്കാൾ മുമ്പിലുള്ള ജനറേഷനായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സിന് ഉൾപ്പെടെ AI ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഇതിൽ ആദ്യം അവിടെ വരണം. അവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്കത് സ്റ്റുഡൻസിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുക. അപ്പോൾ അത്തരം മാറ്റങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്. യെസ്, താങ്ക് യു.